ഹലോ സുഹൃത്തെ, നമുക്ക് നോക്കാം ഇന്നത്തെ കാര്യത്തിന് എനർജിയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നോക്കാം. ഒറ്റ കാർഡ് മാത്രം എടുക്കാം. ഒരേ ഒരു കാർഡ് എടുത്ത് നമുക്ക് അതിൻ്റെ റീഡിങ് നോക്കാം. കൂടുതൽ കാർഡ് ഞാൻ എടുക്കുന്നില്ല. പുള്ളി ഒരു കാർഡ് എടുക്കുവാണ്. ഓക്കെ, അത് താങ്കളുടെ പേഴ്സൻ്റെ എനർജി മാത്രമാണ് നോക്കുന്നത്. എന്താണ് പറഞ്ഞ് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഒറ്റ കാർഡ് എടുത്താൽ പോരാ. നോക്കിയേ, ആ ഒരു കാർഡ് എടുക്കാമെന്ന് ഞാൻ കരുതിയത്. പക്ഷെ താങ്കളുടെ പേഴ്സൻ്റെ എനർജിയാണ് നോക്കിയത്. വളരെ നിരാശകരമായ നിപ്പിലാണ് നിൽക്കുന്നത്. 5 കപ്സ് ആണ്. 5 കപ്സ് കാണിക്കുന്നത് തീർത്തും ആ വ്യക്തി വളരെ നിരാശപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ധാരാളം ചാൻസുകൾ ഉണ്ട് എങ്കിൽ പോലും അതൊന്നും കാണാതെ സ്വയം നിരാശയിൽപ്പെട്ട് വളരെയധികം ദുഃഖിതനായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ കറുത്ത വസ്ത്രവും അദ്ദേഹത്തിൻ്റെ നിൽപ്പും എല്ലാം വളരെയധികം അദ്ദേഹത്തിൻ്റെ വികാരത്തെ കാണിക്കുന്നു. അതേപോലെ ശാന്തമെഴുതുന്ന നദിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഫീലിങ്സിനെ കാണിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുറകിലാണെങ്കിൽ 2 കപ്പ് ഇരിപ്പുണ്ട്. അത് അദ്ദേഹം കാണുന്നുമില്ല. അദ്ദേഹം വീണ്ടും വളരെ നിരാശയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു കാർഡിൽ ഒതുക്കാം എന്ന് ഞാൻ കരുതിയത്. ഒരു കാർഡിലൂടെ താങ്കളുടെ പേഴ്സൻ്റെ കാര്യം പറയാമെന്ന് കരുതി. പക്ഷേ താങ്കളുടെ പേഴ്സൻ്റെ വിവരം ഒറ്റ കാർഡിൽ ഒതുങ്ങുന്നില്ല. നമുക്കൊരു കാർഡോട് എടുക്കാം. എന്തുകൊണ്ടാണ് താങ്കളുടെ പേഴ്സൺ നിരാശയിൽ നിൽക്കുന്നത് നോക്കാം. എന്തുകൊണ്ടാണ് താങ്കളുടെ പേഴ്സൺ നിരാശയിൽ നിൽക്കുന്നത്? അപ്പോൾ താങ്കളുടെ പേഴ്സണൽ നിരാശ ചോദിച്ചപ്പോൾ കിട്ടിയത് 5 ഓഫ് പെന്റക്കിൾസ് ആണ്. ഇത് വളരെയധികം കണക്റ്റഡായ ഒരു കാർഡാണ്. ഈ കാർഡ് കാണിക്കുന്നത് ഒരുപക്ഷെ താങ്കളുടെ പേഴ്സൺ സാമ്പത്തികമായിട്ട് വളരെയധികം ടഫ്, അതായത് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് സാമ്പത്തികം, ഫിനാൻഷ്യലി. ഒന്ന് അതായിരിക്കാം. മറ്റൊന്ന് ഹെൽത്ത് പരമായിട്ട് വളരെയധികം ചലഞ്ച് നേരിടുന്നുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തിനെ അലട്ടുന്നുണ്ട്. ഈ 2 കാര്യങ്ങളാണ് അദ്ദേഹത്തെ നിരാശയിലേക്ക് പൂത്താനുള്ള കാരണം വേറൊന്നുമല്ല, ഇതാണ്. ഇപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം വളരെയധികം നിരാശയിലേക്ക്. ഒന്ന്, അദ്ദേഹത്തിന് ഫിനാൻഷ്യലി വളരെയധികം ടഫാണ്, വളരെ ക്രൈസിസ് നേരിടുന്നു. 2, അദ്ദേഹം ആരോഗ്യപരമായിട്ടും വളരെയധികം ചലഞ്ച് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം, ആ വ്യക്തി വളരെയധികം നിരാശയിലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇവിടെ കാണിക്കുന്നില്ല. ഈ 2 കാര്യമാണ്. ഓക്കെ, ഈ 2 കാര്യം മാത്രമാണ് ഇപ്പോൾ കാണിക്കാൻ പറ്റുന്നത്. കാരണം ഈ 2 കാർഡും ഈ 2 നിരാശയുടെ മീനിങ് തന്നെയാണ്. ഒരു കപ്പെന്ന് പറഞ്ഞാൽ വികാരത്തിൻ്റെ അത് ഹാർട്ട്, നമ്മുടെ ഫീലിങ്സിനെ കാണിക്കുന്നതാണ്. പെൻഡക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഫൈനാൻഷ്യൽ, സാമ്പത്തികത്തെ കാണിക്കുന്നു, അടുത്തരെ കാണിക്കുന്നു. പിന്നെ ഇവിടെ ഇവിടുത്തെ പിക്ചർ കാണിച്ചിരിക്കുന്നത് ഒരു അമ്മയും മോനും പോകുന്നു. ആ മകനാണെങ്കിൽ വളരെയധികം കഴുത്തിലൊരു മണിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അവർ 2 പേരും പോകുന്ന പോക്ക് കണ്ട് അറിയാം വളരെയധികം നിരാശയിലാണ് പോകുന്നത്. ഈ പണ്ട് കാലത്ത് കുഷ്ഠരോഗം ബാധിക്കുന്നവരെയൊക്കെ ഒരു മണി കഴുത്തിട്ട് നടക്കുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് ആ ഒരു പിക്ചർ അവിടെ കാണുന്നത്. അപ്പോൾ ഇതുപോലെ ഈ കാണുന്നതിൽ ഇപ്പോൾ അതുപോലെ താങ്കളുടെ പേഴ്സൺ എന്തെങ്കിലും ഒരു നന്നായിട്ടൊരു ടിപ്പിക്കലി എന്തെങ്കിലും നല്ലൊരു ശരിക്കും ഡീപ്പായ എന്തെങ്കിലും ഒരു അവസ്ഥയായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചിന്താഗതി ആയിരിക്കാം, പക്ഷേ അത് ചിന്ത മാത്രമായിരിക്കാം. എന്തായാലും ഈ 2 കാരണങ്ങൾ അവിടെ കാണിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിയർ ഫ്യൂച്ചറോട് നോക്കിയേക്കാം. എന്താണ് ഇങ്ങനെ ഒരു അവസ്ഥയായതുകൊണ്ട് നമുക്ക് നോക്കണം. നിയർ ഫ്യൂച്ചർ നോക്കാം. നിയർ ഫ്യൂച്ചറിലേക്ക് എന്താണ് കാർഡ് കാണിക്കുന്നത് നോക്കാം. ഓക്കെ, നിയർ ഫ്യൂച്ചർ കാണിക്കുന്നത് 6 ഓഫ് സോഡാണ്. 6 ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ മൂവ് ഓൺ ചെയ്ത് പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വേദനയിൽ നിന്നും ദുഃഖത്തിൽ നിന്നും അവസ്ഥയിൽ നിന്നൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മൂവ് ഓൺ ചെയ്ത് പോകുന്നത് കാണാം. അതാണ് നിയർ ഫ്യൂച്ചർ. എന്തായാലും താമസിയാൻ അദ്ദേഹം ഇതിനെ റിക്കവർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു കാർഡിൽ ഒതുക്കാമെന്ന് കരുതിയാണ് ഞാൻ ഒറ്റ കാർഡിൽ പറയാമെന്ന് കരുതിയാണ് വന്നത്. പക്ഷെ അത് ഒറ്റ കാർഡിൽ നിന്നില്ല. അപ്പോൾ ഇതാണ് താങ്കളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി. ഇതിന്ന് ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങളുടെയൊക്കെ കമൻറ്റിനും അതേപോലെ നിങ്ങളുടെ സഹകരണത്തിനും സബ്സ്ക്രൈബിനും നന്ദിയുണ്ട്. താങ്ക് യു. വളരെ നിങ്ങൾക്ക് എൻ്റെ റീഡിങ് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ നന്ദിയുണ്ട്. അതേപോലെ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറച്ച് റെമഡിയൊക്കെ പറയുന്നത് നിങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ, അത് അക്സെപ്റ്റ് ചെയ്യാനും അത് സ്വീകരിക്കാനും അത് വിശ്വസിക്കാനൊക്കെ സാധിക്കുന്നതിലും വളരെ നന്ദിയുണ്ട്. ധാരാളം പേർ അങ്ങനെ പറയുന്നുണ്ട്.
അപ്പോൾ വീണ്ടും തുടർന്ന് നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുക. കാരണം നിങ്ങളുടെ സഹകരണവും നിങ്ങളുടെ കമൻറ്റും ഒക്കെയാണ് ഞങ്ങളെ എൻകറേജ് ചെയ്യുന്നത് തന്നെ. അപ്പോഴാണ് വീണ്ടും വീണ്ടും റീഡിങ് തോന്നുന്നത്. നിങ്ങൾ നെഗറ്റീവായ റീഡിംഗ് ഒക്കെ ഇട്ടാലോ അല്ലെങ്കിൽ കണ്ടില്ലെങ്കിലോ കമൻറ്റ് ഇട്ടില്ലെങ്കിലോ മുന്നോട്ട് റീഡ് ചെയ്യാനോ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും റീഡിങ് ഇടാൻ താല്പര്യം ഉണ്ടാകുന്നത് നിങ്ങളുടെ കമൻറ്റുകളാണ്. അപ്പോൾ താങ്കൾക്കത് റെസനേറ്റ് ആയെങ്കിൽ, താങ്കളുടെ പ്രശ്നത്തെക്കുറിച്ച് റീഡ് ചെയ്ത് റെസനേറ്റ് ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നല്ല നല്ല ചിന്താഗതിയോട് മുന്നോട്ട് പോവുക. രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് മൊത്തമായിട്ട് സറണ്ടർ ചെയ്യുക. ഇന്ന ദിവസം ഞാൻ എന്നെ തന്നെ സറണ്ടർ ചെയ്യിക്കുന്നു. ഞാൻ കൂടുതൽ നന്മയോടുകൂടിയും നല്ല പ്രവൃത്തിയോടും മുന്നോട്ട് പോകുന്നതായിരിക്കും. എന്നിലേക്ക് അറിവും വെളിച്ചവും എല്ലാം എന്നിലേക്ക് കടന്നു വരുന്ന നന്ദി ദൈവമേ എന്ന് പറഞ്ഞ് ദിവസം ആരംഭിക്കുക. മെഡിറ്റേഷൻ ചെയ്യുക. ഇതൊക്കെ ചെയ്തെങ്കിലേ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നമ്മുടെ സോളിന് അല്ലെങ്കിൽ നമ്മുടെ എനർജിക്ക് ഒന്ന് ഫ്രഷ് ആക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഓരോ ദിവസം എനിക്ക് കിട്ടുന്ന അറിവുകൾ നിങ്ങൾക്ക് ഓരോ ദിവസമായിട്ട് തരുന്നതാണ്. ഇപ്പോൾ ഒന്ന് സൺഡേ ആയതുകൊണ്ട് ഇവിടെ വളരെ ചെറിയ റീഡിങ്ങിലാണെന്നാണ് കരുതിയത്. താങ്ക് യു.